ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 2:28 ഇന്നലെ ലേറ്റ് നൈറ്റ് ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, ഒരു ഗാംഗൂർ ഫെസ്റ്റിവലിൻ്റെ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്കത് കാണണം, അവിടെ പോയാൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഞാൻ തിരിച്ച് പഠനത്തിലേക്ക് തന്നെ വന്നു ഗൈസ്. കാരണം ഞാൻ അതൊക്കെ ആലോചിച്ച് നിന്നിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്നാമത് ലേറ്റ് ആയില്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ 3 മണിയാവോളം അടുത്തുണ്ട്. എന്നാലും ഞാൻ ഫോക്കസ് ടൈം വെച്ചപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു പ്രൊഡക്ടിവിറ്റി അതിനകത്ത് കാണില്ല. ഡെയിലി പ്രോഗ്രസ്സിൻ്റെ അവിടെയൊക്കെ ഒന്നുമില്ല. അത് ഞാൻ തിരിച്ച് ടൈമറിലേക്കായിട്ട് പോകും. ഞാൻ എന്നിട്ട് ഒരു 6 മണിക്കൂറിൻ്റെ ടൈമറാണ് വെച്ചത്. 6 മണിക്കൂറിൻ്റെ ടൈമർ വെച്ചപ്പോൾ എനിക്ക് കുറച്ച് പാഠം തീർക്കാൻ പറ്റുമെന്ന് തോന്നി. 5 പാഠമെങ്കിലും തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ 5 പാഠം ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ടു ഡു ലിസ്റ്റ് ബുക്ക് അന്വേഷിച്ചപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ഒന്നും കാണാനില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ ക്യാമറ വെച്ചിട്ട് പോയി ബുക്ക് അന്വേഷിക്കാൻ പോയിക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബുക്ക് കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നു. അപ്പോഴാണ് ഞാനിത് ബാക്ക് അടിച്ച് കളിക്കുന്നത്. ഞാൻ വന്ന് ടു ഡു ലിസ്റ്റ് സ്റ്റിക്കി നോട്ടിൽ എഴുതി. പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് വീഡിയോസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിച്ച് കണ്ടറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് ബുക്ക് കിട്ടി. ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ സുവോളജിക്ക് പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഗൈഡ്. അതായത് ഇത് നളന്ദ പബ്ലിക്കേഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ബുക്കാണ്. ആക്ച്വലി ഈ ബുക്കിൽ എല്ലാ കോൺസെപ്റ്റിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ സുവോളജിയുടെ കോൺസൈൻസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റാണ്, NCERT ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഇതും പഠിക്കാറുണ്ട്. അതായത് ചില ചാപ്റ്ററിൽ കുറച്ച് കോൺസെപ്റ്റ് എനിക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ അത് വായിച്ച് പഠിക്കും. എന്നിട്ട് ഞാൻ നേരെ POQസിലാണ് പോകുക. POQs എന്ന് പറയുമ്പോൾ ഇത് ഫോട്ടോസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ബുക്കിലുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക് പൊതുവേ. കാരണം ഈ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ റിപ്പീറ്റ് കുറേ നമ്മൾ സുവോളജിയും ബോട്ടണിക്കൊന്നും അങ്ങനെ അധികം പുറത്തുനിന്ന് ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ആകെ NCERTയുടെ ഉള്ളിലുള്ളതല്ലേ വരാൻ പോകണുള്ളൂ. അപ്പോൾ NCERTയിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ആ ബുക്കിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ NCERT പിന്നെ വായിക്കുമ്പോൾ സെയിം ആ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പഠിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അത് ആദ്യം കാണിച്ചത് ഞാൻ എങ്ങനെയാണ് പഠിക്കണത്, എന്ത് നോക്കിയിട്ടാണ് പഠിക്കണതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് കാണിച്ചിട്ടത്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി ആദ്യം തന്നെ ബയോമോളിക്യൂൾസ് എഴുതാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് ടഫുള്ള ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. പക്ഷേ എനിക്ക് പൊതുവേ ആ ചാപ്റ്റർ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാറുണ്ട്. കാരണം എനിക്കതങ്ങനെ തോന്നാനുള്ള ഒരേ ഒരു കാരണം സൈലത്തിലെ മനോജ് സാറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബയോമോളിക്യൂൾസ് ടഫാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ റെക്കമെൻഡ് ചെയ്യാം സൈലത്തിൽ മനോജ് സാറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ 1 മണിക്കൂർ നേരത്തെ വീഡിയോ ഉള്ളൂ. എത്ര ടൈം വേസ്റ്റ് ആണെങ്കിലും ആ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ബയോമോളിക്യൂൾസ് നമുക്കൊരു 6th മാർക്കിന് അടുത്തൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ വെയിറ്റേജ് ആയിട്ടുള്ള പാഠം. നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള പാഠം പഠിക്കണമെന്നേ ഇല്ലെങ്കിൽ ഒരു ലേസി ഡേ അല്ലെങ്കിൽ 2 പാഠങ്ങൾ മിനിമം പഠിച്ചിട്ട് പോയി നമുക്ക് മിനിമം പരീക്ഷ ജയിക്കെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ എക്സ്ക്രീഷനും കെമിക്കലും ന്യൂറലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാതിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പേജിൽ കുറച്ച് അങ്ങനെ മൊത്തത്തിൽ ക്ലാഷായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. സോ ഏറ്റവും നല്ലത് ആ ക്ലാസ് കാണുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് കാണുമെന്ന് വിചാരിച്ചു. ബയോമോളിക്യൂൾസ്, ആനിമൽ കിങ്ഡം കാണില്ല, ബയോമോളിക്യൂൾസ് മാത്രമേ കാണുള്ളൂ. ബാക്കിയൊക്കെ ബുക്ക് നോക്കി പഠിക്കാൻ വിചാരിച്ചു. ആനിമൽ കിങ്ഡം, കെമിക്കൽ കോർഡിനേഷൻ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, എക്സ്ക്രീഷൻ, ബോഡി ഫ്ലൂയിഡ്സ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ 6 ചാപ്റ്റർ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ 6 ചാപ്റ്റർ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് എവർ. ഞാനൊരു 8 ചാപ്റ്ററിൻ്റെ അടുത്ത് പഠിച്ചു. എനിക്ക് 10 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പറ്റിയില്ല. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ പ്രയർ ടൈം അങ്ങനെ നിങ്ങൾക്ക് കുറേ ബ്രേക്ക് എനിക്ക് ഒരുപാട് ഉണ്ടാകും. പക്ഷെ ഞാൻ തിരിച്ച് പഠനത്തിലേക്ക് വരാറുണ്ട്. ഇന്നലെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഞാൻ ശരിക്കും 1 മണി വരെ പഠിച്ചിട്ടുണ്ട്. അതായത് സുവോളജി ഞാൻ 1 മണി വരെ പഠിച്ചു. എന്നാലും ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം പഠിക്കാനിരിക്കുമ്പോഴും ഒരുപാട് നേരം ബ്രേക്കായിട്ട് പോകാറുണ്ട്. പക്ഷേ ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ ഇത് നോക്കാറില്ല കേട്ടോ. ടൈമർ ഓഫാക്കി വെച്ചിട്ടാണ് ബ്രേക്ക് എടുക്കുക. അത് എന്നാലും ഞാൻ ഒരു 6 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരം കൂടി പഠിച്ചു എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നേരം കൂടി പഠിച്ചു. ഞാൻ അൺഅക്കാഡമിയുടെ ക്ലാസ്സാണ് ആദ്യം വെച്ചത് ബയോമോളിക്യൂൾസിൻ്റെ. കാരണം അവർ ബയോമോളിക്യൂൾസ് 15 മിനിറ്റിൽ എടുത്ത് തീർക്കും. കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ആ 15 മിനിറ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് ഹിന്ദിയാണ് അവർ അൺഅക്കാഡമി. പക്ഷേ എന്നാലും ആ 15 മിനിറ്റ് കൊണ്ട് അവർ ബയോമോളിക്യൂൾസ് എടുത്ത് തീർക്കും.
ഞാൻ 15 മിനിറ്റിൻ്റെ വൺ ഷോട്ടാണ്. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതായത് നമുക്ക് നമുക്ക് വിചാരിക്കും നമുക്ക് ആ പാഠം സിമ്പിളാണ്, നമുക്കത് അറിയാമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ വല്ല ചെറിയ വീഡിയോസൊക്കെ കാണാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുക, ഓ എനിക്ക് അവിടെ ഒരു കോൺസെപ്റ്റ്, അവിടെ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്, അയ്യോ എനിക്ക് ഇവിടെ എന്തോ മിസ്സിങ് ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. സോ അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അതിങ്ങനെ ചാനലൊക്കെ മാറ്റി ഞാൻ തിരിച്ച് മനോജ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് വന്നു ഗൈസ്. കാരണം ഞാൻ പറഞ്ഞുള്ളൂ മനോജ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ അത്ര നല്ല ക്ലാസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ഞാൻ തിരിച്ച് മനോജ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് തന്നെ വന്നു. അപ്പോൾ എനിക്ക് ആളുടെ ക്ലാസ് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഞാനങ്ങനെ ആളുടെ ക്ലാസ് കണ്ട് കുറച്ച് നേരം, അതായത് 1 മണിക്കൂർ നേരം ഫുള്ള് കണ്ട് തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ചുള്ള നോട്ടൊക്കെ എഴുതി. ഞാൻ ഗൈഡൊക്കെ തുറന്ന് വെച്ചു, കാരണം എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഗൈഡ് തുറന്ന് വെച്ചാലും ഒന്നും എഴുതാറില്ല. ഞാൻ ഗൈഡ് അടച്ച് വെച്ച് പിന്നെ ഞാൻ നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് എഴുതി തുടങ്ങി. കാരണം നോട്ട്ബുക്കിൽ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റേതായ രീതിയിൽ പടം വരച്ച് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നാറുണ്ട്. സുവോളജിയും ബോട്ടണി ആകുമ്പോൾ എനിക്ക് വലിയ പടം വരയ്ക്കാൻ കഴിവൊന്നുമില്ല. ഞാൻ ആക്ച്വലി എൻ്റെ റെക്കോർഡൊക്കെ വേറെ ആൾക്ക് കൊടുത്തിട്ട് അവരാണ് വരച്ച് തരാറ്. അങ്ങനെയുള്ള ഞാൻ ഈ നോട്ട് എഴുതുമ്പോൾ പഠിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പടം വരയ്ക്കും. കാരണം അത് അങ്ങനെ പടം വരച്ച് വയ്ക്കുമ്പോൾ എൻ്റെ മെമ്മറിയിൽ അത് പെട്ടെന്ന് കയറാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സുവോളജി പഠിച്ചത്. ബയോമോളിക്യൂൾസിൻ്റെ മാത്രമേ വീഡിയോ ഉള്ളൂ ആക്ച്വലി. പിന്നെ ഞാൻ കുറേ നേരം നോട്ട് എഴുതുന്ന എൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നേരം ഇന്ന് പഠിച്ചു. എനിക്ക് ഒരുവിധ ചാപ്റ്റേഴ്സൊക്കെ തീർന്നു. ഇനി നാളെ, അതായത് എനിക്ക് ബോട്ടണി പഠിക്കണം. 18-ാം തീയതി എനിക്ക് ബോട്ടണി പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ബോട്ടണി പഠിക്കും. ബോട്ടണിയുടെ സ്റ്റഡി വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ 19-ാം തീയതി ഞാൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചു പോകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഞാൻ ആ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഷെഡ്യൂളായത് 19-ാം തീയതിക്കാണ്. സോ നിങ്ങൾ അതപ്പോൾ കണ്ടോളൂ. ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം, ബോട്ടണി എന്ത് പഠിക്കണം, സുവോളജി എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിച്ച പാസ് മാർക്ക്, ഡബിൾ പാസ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് ഈ ബ്രെഡും അതിലുള്ളത് വാട്ടർമെലൺ ജ്യൂസാണ്. ഞാൻ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുമ്പോഴാണ് ആലോചിച്ചത് അതിനകത്ത് ഐസ് ഇട്ടിട്ടില്ലാന്ന്. പക്ഷെ ഞാൻ പിന്നെ മറന്നുപോയി. ഞാൻ വാട്ടർമെലൺ ജ്യൂസും ബ്രെഡുമാണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും പഠനത്തിലേക്ക് വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ പരമാവധി പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ നേരം പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എൻ്റെ ബ്രെയിൻ സെൽസൊക്കെ ഇങ്ങനെ അതായത് ക്ഷീണിക്കാൻ ടയേർഡാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഒരു 8 ചാപ്റ്ററൊക്കെ തീർന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഇത്ര മതി, നാളെ ബാക്കി പഠിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളൊക്കെ എല്ലാവരും എങ്ങനെ പഠിച്ചു എന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ദാറ്റ്സ് ഓൾ. ബൈ.